മൂർഖൻ പാമ്പിന്റെ കടിയിൽ നിന്നും യജമാനെ രക്ഷിച്ച് വളർത്തുനായ. പൊൻകുന്നം ചിറക്കടവ് സ്വദേശി ശ്രീകുമാറിന്റെ വളർത്തുനായ കിട്ടുവാണ് രക്ഷകനായി അവതരിച്ചത്. ഇവനാണിപ്പോൾ പൊൻകുന്നം ചിറക്കടവിലെ താരം. കിട്ടുവെന്ന വളർത്തുനായ സ്വന്തം യജമാനന്റെ ജീവൻ രക്ഷിച്ചതോടെ വീട്ടുകാരെ പോലെ നാട്ടുകാർക്കും പ്രിയങ്കരനാണ് കിട്ടു. ചിറക്കടവ് സ്വദേശി ശ്രീകുമാറിന്റെ വളർത്തുനായയാണ് കിട്ടു. കാഴ്ച പരിമിതിയുള്ള ശ്രീകുമാറിനെ മൂർഖൻ പാമ്പിന്റെ കടിയിൽ നിന്നുമാണ് കഴിഞ്ഞ ദിവസം കിട്ടു രക്ഷിച്ചത്. വീട്ടിൽ കയറി കഴിഞ്ഞ അരമണിക്കൂർ കഴിഞ്ഞാണ് പിന്നെ ഞാൻ മൂത്രമൊഴിക്കാതെ കരഞ്ഞു. അന്നേരം ഞാൻ ചെന്നു തുറന്നു, കുടലിട്ടു. ഇറക്കിയപ്പോഴാണ് എൻ്റെ ഇടതുവശത്ത് ഈ സാധനം കിടന്നത്. ഞാൻ കണ്ടില്ല. പെട്ടെന്ന് ചീറ്റി കഴിഞ്ഞ് ഇവൻ എൻ്റെ വലത് സൈഡിൽ നിന്ന് ഇടത്ത് സൈഡിലോട്ട് വന്നു. അന്നേരത്തിന് വീണ്ടും ചീറ്റി. രണ്ടാമത്തെ ചീറ്റിനെ കയറി പിടിച്ചു. നടുഭാഗത്താണ് പിടിച്ച് കുടയുമായിരുന്നു. ഏതായാലും പാമ്പാന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇട്ട ജോഡി. പമ്പ് ഓപ്പറേറ്ററായ ശ്രീകുമാർ ജോലി കഴിഞ്ഞ വാടക വീട്ടിൽ വിശ്രമിക്കുകയാണ്. കിട്ടു നിർത്താതെ കുരയ്ക്കുന്നു. അടുക്കള മുറ്റത്തെ പാമ്പിനെ കണ്ടായിരുന്നു കിട്ടുവിന്റെ കുര. ഇതൊന്നും മനസ്സിലാകാതെ ശ്രീകുമാർ നായയെ തുടലിട്ട് പുറത്തിറക്കി. ശ്രീകുമാറിൽ നിന്നും കുതറി കിട്ടു മൂർഖന് നേരെ പാഞ്ഞെടുത്തു. പാമ്പിന്റെ കടിയേൽക്കാതെ പാമ്പിനെ കടിച്ചു മുറിച്ച് കിട്ടു കൊലപ്പെടുത്തി. കാഴ്ച കുറവായ ശ്രീകുമാർ പാമ്പിന്റെ ശബ്ദം കേട്ട് ഓടിമാറി. നാട്ടുകാരെയും കൂട്ടി എത്തിയപ്പോഴാണ് മൂർഖനെയാണ് കിട്ടു കൊലപ്പെടുത്തിയതെന്ന് മനസ്സിലായത്. കഴിഞ്ഞ 10 വർഷമായി തന്റെ യജമാനന്റെ കണ്ണായും നിഴലായും കിട്ടു കൂടെയുണ്ട്. മാതൃഭൂമി ന്യൂസ്, കോട്ടയം. അക്ഷയ വിജയുണ്ട് കൂടെ. അക്ഷയ, ഗുഡ് മോർണിംഗ്. വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത്തരത്തിൽ ഗാർഡ് ഡോഗുകൾ വളരെ പ്രശസ്തമാണ്. വലിയ മുന്തിയ തരം ബ്രീഡുകളെയൊക്കെ ഉപയോഗിക്കാറുണ്ട് ഗാർഡ് ഡോഗുകളായി. പക്ഷെ നമ്മുടെ കിട്ടു ആൾ പൊളിയാണ്. ഗാർഡ് ഡോഗ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഗുഡ് മോർണിംഗ് മോത്തി പറഞ്ഞത് തീർച്ചയായിട്ടും ശരിയാണ്. ഒരു സൂപ്പർ ഹീറോ ആയിട്ടാണ് എനിക്ക് കിട്ടുവിനെ തോന്നിയത്. നമ്മൾ വലിയ വലിയ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ രക്ഷിക്കുന്ന സൂപ്പർ ഹീറോകളുടെ കഥകളൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. കാണുമ്പോൾ ഒന്ന് നോക്കൂ, എത്ര ചെറുതാണ് കിട്ടു. പക്ഷേ അവൻ്റെ പ്രവൃത്തിയും ധൈര്യവും ഒക്കെ പ്രശംസിക്കാതെ വയ്യ. നമ്മൾ മുൻപും തത്സമയം റിപ്പോർട്ടറിൽ ഇത്തരത്തിലുള്ള യജമാനെ രക്ഷിക്കുന്ന, കാവൽ നിൽക്കുന്ന നായകളുടെ വാർത്തകൾ ഒരുപാട് നൽകിയിട്ടുണ്ട്. മനുഷ്യനോട് ഇത്രയും ഇണങ്ങുന്ന, ഇത്രയും പ്രതിപത്തിയുള്ള, സ്നേഹമുള്ള മറ്റൊരു ഇങ്ങനെ ഇണക്കി വളർത്തുന്ന ജീവി ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മോത്തി നേരത്തെ പറഞ്ഞതുപോലെ കാഴ്ചയില്ലാത്ത ആളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സ്റ്റോറിയുടെ അവസാനം ശ്യാമേട്ടൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് കണ്ണായും നിഴലായും നിൽക്കുന്നു എന്നാണ്. അതൊട്ടും അതിശയോക്തിയല്ല. അദ്ദേഹത്തിന് അങ്ങനെ തന്നെയാണ് കിട്ടു. ജീവൻ രക്ഷിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും കിട്ടു ഇല്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താകുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഇങ്ങനെ ഒരു അവസരത്തിൽ ഈ കാഴ്ചാപരിമിതിയുള്ള ഒരാൾ ഇങ്ങനെ ഒരു 10 വർഷമായിട്ട് ഈ കിട്ടു അദ്ദേഹത്തിനോടൊപ്പം തന്നെയുണ്ട്. അപ്പോൾ എല്ലാ സാഹചര്യങ്ങളിലും അദ്ദേഹത്തോടൊപ്പം നിന്ന് താങ്ങായും തണലായും ഒക്കെ നിൽക്കുന്ന ഒരു നായക്കുട്ടിയാണ് കിട്ടു. എന്തായാലും അവൻ നാട്ടുകാർക്കുമൊക്കെ ഒരുപോലെ പ്രിയങ്കരനായി മാറിയിരിക്കുകയാണ്. ഈ മൂർഖൻ പാമ്പിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന് മനസ്സിലാവുന്നത് പാമ്പുണ്ടെന്ന്. അപ്പോൾ മാത്രമാണ് അദ്ദേഹം ഓടി രക്ഷപ്പെടുന്നത്. ആദ്യം കിട്ടു കുറച്ചപ്പോഴും അദ്ദേഹത്തിന് ഇത് മനസ്സിലായിരുന്നില്ല. പക്ഷേ കിട്ടു ആ പാമ്പിനെ ആക്രമിച്ച് കടിച്ചു മുറിച്ച് കൊന്നു എന്നാണ് പറയുന്നത്. സ്വന്തം ജീവൻ കൂടി നോക്കി സംരക്ഷിച്ച് തൻ്റെ യജമാനൻ്റെ ജീവന് കൂടി സംരക്ഷണമൊരുക്കി ഒരു മികച്ച എന്താ പറയുക, നമ്മുടെ യജമാനോടുള്ള സ്നേഹം അത് അങ്ങോട്ട് തിരിച്ചും അങ്ങനെ തന്നെയായിരിക്കും. അത്രത്തോളം കിട്ടുവിനെയും അദ്ദേഹം സ്നേഹിക്കുന്നുണ്ടായിരിക്കും. എന്തായാലും അവരുടെ സ്നേഹം ഇനിയും മുന്നോട്ട് പോകട്ടെ എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണായും നിഴലായും ഒക്കെ ഇനിയുള്ള കാലവും കിട്ടു വളരെ സന്തോഷമായിട്ടും സുഖമായിട്ടും ഇരിക്കട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും. പക്ഷേ അങ്ങനെ തന്നെ ആയിരിക്കട്ടെ.